യുദ്ധങ്ങൾ, ഡിപ്ലോമസി, സ്ട്രാറ്റജി, ഇതൊക്കെ ലോകത്ത് വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ്. ഏതാനും മണിക്കൂറിന് മുമ്പ് പുറത്തു വന്ന വാർത്ത ലോകത്തെ ആകെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അത് പുറത്തുവിട്ടത് ചെറിയ മാധ്യമങ്ങളല്ല. ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത പുറത്തുവിട്ടത്. അത് വേറൊന്നുമല്ല, ഈ സമാധാന ചർച്ചകൾക്കിടെ 2 ഇറാനിയൻ നേതാക്കളെ വധിക്കാനായി ഇസ്രയേൽ ഗൂഢാലോചന നടത്തിയെന്നും അവരുടെ മൊസദ് അതിനുള്ള പദ്ധതി തയ്യാറാക്കിയെന്നും ആ പദ്ധതി പ്രകാരം ചില നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയെന്നും എന്നാൽ അതിൻ്റെ വിവരങ്ങൾ ചോർത്തി ഇറാന് നൽകി അവരെ രക്ഷപ്പെടുത്തിയത് അമേരിക്കയുടെ CIA ആയിരുന്നുവെന്നും അമേരിക്ക ആ വിഷയത്തിൽ വളരെ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഈ 2 നേതാക്കളുടെയും ജീവൻ രക്ഷിക്കാനായതെന്നും ഇല്ലെങ്കിൽ അമേരിക്കയെ പോലും കമഴ്ത്തി ഇസ്രയേൽ അവരെ വധിക്കുമായിരുന്നു എന്നുമുള്ള വളരെ ഗൂഢമായ തന്ത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണ് ചില പ്രത്യേകമായ വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ അമേരിക്ക ഇസ്രയേലിൻ്റെ താല്പര്യപ്രകാരമാണ് ഇറാനിൽ ഇടപെട്ടത്. ആ ഇറാനിൽ ഇടപെട്ടതിൻ്റെ പേരിൽ അമേരിക്കയ്ക്ക് കനത്ത വില കൊടുക്കേണ്ടി വന്നു. തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളായ മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് അത് വളരെ വ്യത്യസ്തമായൊരു നിലപാടുണ്ടായി. ഇറാൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ കാലാവസ്ഥയെ ഗണ്യമായി ബാധിച്ചു. പണ്ട് സൂയസ് കനാലിനെ തുടർന്ന് UK പതാക താഴ്ത്തി വെക്കേണ്ടി വന്നതുപോലെ ഹോർമിസ് കനാലുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയുണ്ടായി. ഈ സന്ദർഭങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഒരു സമാധാന കരാറിന് വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങിയത്. അതിൻ്റെ പിന്നിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ വളരെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. ഈ സംഗതി മുന്നോട്ട് സഞ്ചരിക്കുന്നതിനിടയിലാണ് അബ്ബാസ് അരാച്ചി എന്ന് പറയുന്ന ഈ ഇറാനിലെ മിതവാദി നേതാവും വളരെ നെഗോഷിയേറ്റ് ചെയ്യാനും ചർച്ച ചെയ്യാനും ഏറ്റവും സർവ്വതാ യോഗ്യനായ ആളുമായ അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്പീക്കറായിരുന്ന മുഹമ്മദ് ബാർ ഖലിബാഫ് എന്ന് പറയുന്ന 2 പേരെ ഇസ്രയേൽ ഹിറ്റ് ചെയ്യാനും വധിക്കാനും അവരെ ഇല്ലാതാക്കാനും തീരുമാനിച്ചത്. ഇതിൻ്റെ വിവരങ്ങളാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ടത്. മാർച്ചിലാണ് ഈ സംഭവം നടന്നത്. ഏപ്രിലിൽ ഒരു സമാധാന ചർച്ച അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച ഒക്കെ വെച്ചിരുന്നു. അതിനുവേണ്ടി നമുക്കറിയാവുന്നതുപോലെ ഇറാനിയൻ ഡെലിഗേഷൻ പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റിലാണ് ഇസ്ലാമാബാദിലേക്കും പോയതും തിരിച്ചു വന്നതും. ഇസ്ലാമാബാദിലെ ചർച്ച കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ ടെഹ്റാനിൽ ഇറാനിയൻ സെക്യൂരിറ്റി ഫോഴ്സ് 2 പ്ലാൻഡായിട്ടുള്ള ഇസ്രയേലി ജെറ്റുകളെ ഈ ഖലിബാഫിൻ്റെയും അതുപോലെ തന്നെ അരാച്ചിയും സഞ്ചരിച്ചിരുന്ന വ്യോമപാതയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി കണ്ടു. അത് ഇറാഖിലെ ബോർഡറിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ തന്നെ ഈ വിവരവും ഇതിൻ്റെ ലക്ഷ്യവും ഈ വിമാനത്തെ ആക്രമിക്കലും ഇവരെ തകർക്കലുമാണെന്നുള്ള വിവരം CIA ആണ് ഇറാനിയൻ ഏജൻസിക്ക് കൊടുത്തത്. അവർ വിവരങ്ങൾ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിമാനം ഇറാനിലേക്ക് പ്രൊസീഡ് ചെയ്യാതെ നേരെ തിരികെ വീണ്ടും പാകിസ്ഥാനിൽ തന്നെ തിരിച്ചിറക്കുകയുണ്ടായി. ആ തിരിച്ചിറക്കലിന് കാരണമായത് അമേരിക്ക വളരെ കൃത്യമായി നൽകിയ വിവരമായിരുന്നത്രേ. അതായത് ഈ സമാധാന ചർച്ച അട്ടിമറിക്കാൻ. കാരണം ഇവരെ ഇസ്രയേൽ വധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇറാൻ സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറും എന്ന് മാത്രമല്ല, അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാവും. ഈ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ സഖ്യകക്ഷികളെന്നുള്ള നിലയിൽ GCC രാജ്യങ്ങളെ അടക്കം ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അതൊരു മഹായുദ്ധമായി മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് അമേരിക്ക വളരെ കൃത്യമായി ഈ ഇസ്രയേലിൻ്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കാൻ ഇറാന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതനുസരിച്ച് ഇറാൻ അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമേൽ ഹീനവും കുൽസിതവുമായ മാർഗമാണ് ഇസ്രയേൽ ഈ യുദ്ധത്തിലും ഇനിയും സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ സാധാരണ പറയാറില്ലേ, പോരാട്ടത്തിനിടയിലൊരു പോരാട്ടം. ഒരു ശത്രുവിനെ ആക്രമിക്കാനെന്ന പേരിൽ അമേരിക്കയെ ഒപ്പം കൂട്ടുമ്പോഴും ആ അമേരിക്ക പോലും അറിയാതെ മറ്റൊരാക്രമണം, അതായിരുന്നു ഇസ്രയേലിൻ്റെ ലക്ഷ്യം. സമാനമായ രീതിയിലാണ് ആ സ്കൂളിൻ്റെ ആക്രമണവും നടന്നതെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഇസ്രയേലിൻ്റെ ചാരപ്രവർത്തികളെ അമേരിക്ക സൂക്ഷിക്കണം എന്ന തരത്തിൽ പിന്നീടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. അതായത് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങളെല്ലാം ചോർത്തപ്പെടുന്നുവെന്നും ഇസ്രയേലിന് ലഭിക്കുന്നു എന്നുമുള്ള ആ താക്കീത് നൽകിയതും ആ ഘട്ടത്തിലാണ്. ഏതായാലും ഈ ഒരു
റിപ്പോർട്ട് ഇത്ര ആധികാരികമായി ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും പുറത്തുവിട്ടപ്പോൾ ഈ യുദ്ധത്തെ ആകെ വിശകലനം ചെയ്തവർ പോലും യഥാർത്ഥത്തിൽ ഇത്രമേൽ ഹിംസാത്മകമായ പ്രവൃത്തി ഇസ്രയേലിൽ നിന്ന് ചരിത്രപരമായി പ്രതീക്ഷിച്ചുവെങ്കിലും അമേരിക്കയോടൊപ്പം നിൽക്കുമ്പോഴെങ്കിലും ചെയ്യില്ല എന്ന് വിശ്വസിച്ചിരുന്നവർക്കാണ് ഈ അമളി പറ്റിയിരിക്കുന്നത്.